നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടിയെന്ന് പറഞ്ഞ പള്ളിക്കകത്ത് താറുമാറ അടി. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് യെരുശലേം ദേവാലയത്തിൽ ചെന്നിട്ട് കർത്താവ് ചാട്ടവാർ എടുത്തിട്ട് അവിടെ വിൽക്കുന്നവരെ വാങ്ങുന്നവരെയൊക്കെ അടിച്ചു പുറത്താക്കി, അല്ലേ? എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇടേ എന്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അതെ, കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത ആലയത്തിനകത്ത് നമ്മുടെ കർത്താവ് കയറി വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പൊൻവാണിഭവക്കാരെയും എല്ലാത്തിനെയും അടിച്ചു കർത്താവ് പുറത്താക്കി. ഇതെന്റെ ആലയം പ്രാർത്ഥനാലയം, സർവ്വജാതികൾക്കു വേണ്ടിയുള്ള ആലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇന്ന് വിശ്വാസ ലോകം പരിശോധിക്കുമ്പോൾ കള്ളന്മാരുടെ ഗുഹയാക്കി ഓരോ സ്ഥലങ്ങളും തീർത്തിരിക്കുകയാണ്. അപ്പോൾ ആ കള്ളന്മാരുടെ അടി നമുക്കൊന്ന് കാണണ്ടേ? ഇനി ഇവരെ കുറിച്ച് സമ്പൂർണ്ണമായി എനിക്കറിയില്ല, പക്ഷേ ആലയത്തിനകത്ത് അല്ലെങ്കിൽ ഒരു പള്ളി എന്ന രൂപത്തിൽ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള അടി നടത്തിയത്, ഒരു പെൺകുട്ടിയെ വരെ പിടിച്ചുകൊള്ളുന്നുണ്ട് നടത്തിയത്, അത് ശരിയായ കാര്യമല്ല. അന്ന് കർത്താവാണ് കള്ളന്മാരെ പുറത്താക്കിയെങ്കിൽ ഇന്ന് പള്ളിക്കകത്ത് വിശ്വാസികൾ തമ്മിൽ അടിക്കുകയാണ്, അച്ഛനെ പിടിച്ച് തള്ളുകയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. നിനക്ക് ഇവിടുന്ന് അവനെ ഇറക്കിയാൽ നിനക്ക് എന്ത് യോഗ്യതയുള്ളേ? നീ ആരാ? നീ ആരാ? നീ ആരാ? നീ ഉണ്ടയാണോ? നീ ഇവിടെ വളരെ വിറ വളരെ വിറ. എടാ ഒരു പാവം പിടിച്ച ഒരു പാവം പിടിച്ചോണ്ട് എടാ ഇവ എന്തോ ചെയ്തു? ആര് വിലക്കി? ഞാൻ പറയുന്നത് അല്ലടാ പൊതുയോഗം. നിനക്ക് വല്ലതും അറിയാമോ ഇതിനെപ്പറ്റി? അല്ല, നിനക്കറിയാം, നീ കാതോലിക്ക ഭാവയായിരുന്നു, ഞങ്ങളൊക്കെ ഭാവങ്ങളാ. ഞങ്ങളെ കൊന്നാലും നീ കേറത്തില്ല. എന്നാ നീ കൊന്നിട്ട് കയറിയാൽ കേറൂല, എന്നെ കൊന്നു കേരളത്തിലെന്ന് തോമസ് മധുബാ നിന്റെ സ്വന്തം സ്വത്തോ? അവന്റെ സ്വത്താണോ? എടാ ആന്നടാ 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 ഒരു കളി നടക്കില്ല. ആന്നടാ എട മോളെ ഫുൾ വീഡിയോ മോളെ ഫുൾ വീഡിയോ. എടാ ഒരു ഗുണ്ട പോലെ ഒരു ട്രസ്റ്റ് പെരുമാറുന്നത് പള്ളിയിൽ അച്ഛ ഒത്താശ വർഗീസ് കോശി ആദ്യം നീ മലയാളം നല്ലപോലെ പറയാൻ പഠിക്കേ. വിലസുമ്പം എവിടെ പോകുന്നോ? അയ്യോ എടാ അടിക്കല്ലേ തോമാച്ച കൈവെക്കല്ലേ തോമാച്ച ഇന്ന് രണ്ട് കൽപ്പിച്ചാ നിൽക്കുന്നത് ഞങ്ങള്, മനസ്സിലായോ? ഇത് കഴിഞ്ഞ ഒരു വർഷം ഇവനെ ഇന്ന് രണ്ട് കൽപ്പിച്ചായിരിക്കുന്നത്, ഇവനെ മനസ്സിലായോ? ഒന്ന് അന്തസ്സായിട്ട് ജീവിക്കും, മനസ്സിലായോ? മോളയുടെ വീഡിയോ ഒറ്റ വീഡിയോ. ഈ ലാലുവൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിമി. ആണ് നീയൊക്കെ ആരാന്ന വിചാരം? നീയൊക്കെ ആരാന്ന വിചാരം? അച്ഛന്റെ തോമസേ ഇയാളൊരു വികാരിയാണോ? നിങ്ങളൊരു വികാരിയാണോ? ഞാൻ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? കള്ള ഫ്രോഡ്. എന്താ പറഞ്ഞേ? ഇവിടെ സംഘർഷങ്ങൾ കൂട്ടാനാണോ വന്നേ, കുറയ്ക്കാനാണോ വന്നേ? ആരുടെ ശാന്തത? ഇവിടെ എല്ലാരും ശാന്തമായിട്ടാ വന്നേ. ആരുടെ ശാന്തത? ഇയാൾ പോലീസിനെ വിളി. എന്നിട്ട് കുർബാന ഉണ്ടാക്കിയാൽ മതി. എന്താ വിചാരിച്ചത്? കളിച്ച കാര്യമൊന്നും വിചാരിച്ചോ? പള്ളിയല്ലേ ഇത് പള്ളിയല്ലയോ? എടാ അത് നിനക്ക് വേണം. നിന്റെ പ്രായത്തിന്റെ പക്വത കാണിക്കും. നീ പ്രായത്തിന്റെ പക്വത കാണിക്കും. എന്റെ കൂടെ ഇല്ലാത്തതിന്റെ കാണുന്നു. ഞാൻ ഇതിന് നിനക്ക് മറുപടി ഒന്നും പറയുന്നില്ല. കാരണം നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. എനിക്ക് കൂടുതലാ, അത് നീ മനസ്സിലാക്കി. നിന്റെ മാത്രം പള്ളിയും നീ വിളിച്ചോണ്ട് വാ ആരാന്ന് വെച്ചാ. മോളെ വീഡിയോ
കർത്താവ് കള്ളന്മാരെ അടിച്ചു പുറത്താക്കി. ഇപ്പോ പള്ളിക്കകത്ത് മുഴുവനും കള്ളന്മാരാണോ? കർത്താവ് ഒന്നും കൂടെ വന്നേ പറ്റൂ. കർത്താവ് വന്ന് ചാട്ടം അടിച്ചാലേ നടക്കത്തുള്ളൂ. കണ്ടല്ലോ, ഇതാണ് ഇന്നത്തെ സഭ, ഇതാണ് ഇന്നത്തെ ആലയം, ഇതാണ് ഇന്നത്തെ വിശ്വാസ സമൂഹം. തമ്മിലടിക്കുന്നു. ക്രിസ്തീയ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കുമ്പോൾ തുലം ചുരുക്കം പേർ കർത്താവിനെ അനുഗമിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നു. നിങ്ങൾ സ്നേഹം വിട്ടുകളയാതെ, കർത്താവിനുള്ള വിശ്വാസം വിട്ടുകളയാതെ മുന്നോട്ട് പോകുക. ജഡീകന്മാരെ കൊണ്ട് ദൈവസഭയും ആലയവും നിറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് വരാതെ ഇതിനൊരു പരിഹാരവുമില്ല. അവനവൻ ജഡത്തിയിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും തക്ക പ്രതിഫലം പ്രാപിക്കുന്നതിന് ഓരോരുത്തരും ദൈവത്തിന്റെ സിംഹാസന മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. മാത്രമല്ല, യുവമാര് തമ്മിൽ അടിക്കും. കാരണം ഇവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരല്ല. ഇനി അവരുടെ കയ്യിലോ അതിനേക്കാൾ അപ്പുറം അടി. മടുത്തു, കണ്ടു പലതും മടുത്തു. കർത്താവിന്റെ മുഖത്തുനിന്ന് നിങ്ങൾ കണ്ണെടുക്കരുത്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിൽക്കാൻ കഴിയില്ല. God bless you.